എല്ലാവർക്കും നമസ്കാരം. കോട്ടയം കാർസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇന്ന് വളരെ സന്തോഷമുള്ളൊരു ദിവസമാണ്. ശരിക്കും നമ്മൾ ഇന്ന് ഒന്നല്ല രണ്ടല്ല 3 വണ്ടിയുടെ ഡെലിവറി ഒരുമിച്ച് എടുക്കുകയാണ്. നമ്മൾ ഒരു ഫോർച്യൂണർ, ഒരു ക്രിസ്റ്റ, ഒരു എൻഡവർ, മൂന്നും നമ്മുടെ കേരളത്തിൻ്റെ 3 ജില്ലയിലേക്കാണ് പോകുന്നത്. ഇത് പോകുന്നത് ഇടുക്കിക്കാണ്. 4x4 മാനുവൽ വണ്ടിയാണ്, 2015 വണ്ടി. പിന്നുള്ളത് നമുക്കൊരു ക്രിസ്റ്റയാണ്, 2019 വണ്ടി, അത് പോകുന്നത് കൊല്ലത്തിനാണ്. പിന്നെ നമുക്കുള്ളത് ഫോർഡ് എൻഡവർ 19 മോഡൽ 3.2 4x4 ഓട്ടോമാറ്റിക്, അത് പോകുന്നത് കണ്ണൂർക്കാണ്. അപ്പോൾ ഈ 3 വണ്ടികളുടെയും വണ്ടികളിൽ 2 വണ്ടികളുടെ വാങ്ങിയ നമ്മളുടെ കസ്റ്റമേഴ്സ് ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ അവർക്ക് നമ്മളോടുള്ള എക്സ്പീരിയൻസ് എന്നാണ്, അല്ലെങ്കിൽ അവർക്കുണ്ടായ ഒരു ഡൽഹി വന്ന് നമ്മുടെ നിന്ന് വണ്ടി എടുത്തപ്പോൾ ഉള്ള ഒരു എക്സ്പീരിയൻസ് ആണ് നമ്മൾ ചോദിച്ച് മനസ്സിലാക്കുന്നത്. അതുകൂടാതെ ഈ വണ്ടിയുടെ കഥ പറയുവാണെങ്കിൽ, കറക്റ്റ് പറയുകയാണെങ്കിൽ 2025 നവംബർ തൊട്ടുള്ള ഞങ്ങൾ തമ്മിലുള്ള ഒരു സംസാരം, വണ്ടി അന്വേഷണം ഇങ്ങനെ പോയതാണ്. ഏറ്റവും അവസാനം ഞങ്ങൾക്ക് വണ്ടി കിട്ടിയത് 2 ആഴ്ച മുന്നെയാണ്. വണ്ടി കിട്ടി, ഇതിന് മുന്നേ 2-3 വണ്ടികളൊക്കെ നമുക്ക് റെഡിയായി. അത് കുറേ വണ്ടികൾ ഞാൻ തന്നെ റിജക്റ്റ് ചെയ്തു, കൊള്ളത്തില്ല എന്നും പറഞ്ഞിട്ട്. പിന്നെ ചില വണ്ടികൾ അവർക്ക് അത്ര കളറിൻ്റെയൊക്കെ ഒരു പ്രശ്നം വന്ന്, പിന്നെ ഞാൻ തന്നെ പറഞ്ഞു, നമ്മൾ വണ്ടിയുടെ ക്വാളിറ്റി നോക്കിയാൽ മതി, കളറൊക്കെ നമുക്ക് ചെയ്തെടുക്കാം, അല്ലെങ്കിൽ ഈ കളർ നിങ്ങൾ നേരിട്ട് കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്കത് ഇഷ്ടമാകും എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ വലിയ കൂട്ടുകാരായി. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഞങ്ങൾ അതിൽ പോയാൽ ഇനി വീട്ടിൽ ചെന്നിട്ട് പോകാമെന്നാണ് പറയുന്നത്. അപ്പോൾ ഇനി നമുക്ക് വണ്ടി എടുത്ത ആളുകളെ കാണാം, അവർക്ക് ഉണ്ടായ ഒരു എക്സ്പീരിയൻസ് എന്നാന്നുള്ളതും പറയാം. അപ്പോൾ വണ്ടിയുടെ ഡീറ്റെയിൽ ഞാൻ ചെറുതായിട്ടൊന്ന് പറഞ്ഞു പോകാം. 2015 മാനുഫാക്ചറിങ്, 15 രജിസ്ട്രേഷൻ, സിംഗിൾ ഓണർഷിപ്പിൽ 1,67,000 കിലോമീറ്റർ വിത്ത് പ്രോപ്പർ കമ്പനി സർവീസ് റെക്കോർഡ്, യാതൊരു വിധത്തിലുള്ള റീപ്ലേസ്മെന്റോ റീപെയിന്റോ ഇല്ലാത്ത സിംഗിൾ ഓണർ യൂസ് വണ്ടിയാണ്. അതും ഡൽഹിയിൽ ഒരു മലയാളി യൂസ് ചെയ്ത വണ്ടിയാണ്. അപ്പോൾ ഇനി നമുക്ക് ഈ വണ്ടി എടുത്ത ആളുകളെ ഒന്ന് പരിചയപ്പെടാം. ജോബി ചേട്ടനാണ്, ഇത് അദ്ദേഹത്തിന്റെ സഹോദരനാണ്, സഹോദരന്റെ മോനാണ്, ഇത് ഇവരുടെ കൂട്ടുകാരനാണ്. അപ്പോൾ ഇവരെല്ലാവരും കൂടെയാണ് വന്നത്. ഇവർ ഇന്ന് ഈ വണ്ടി ഡ്രൈവ് ചെയ്താണ് പോകുന്നത്. അപ്പോൾ ഇച്ചിരി സ്ഥലപരിമിതിയൊക്കെ ഉണ്ട്, അതുകൊണ്ട് ഞങ്ങൾ ഇച്ചിരി സ്പീഡിൽ കാര്യം പറഞ്ഞു പോവാണ്. അപ്പോൾ നമ്മൾ വണ്ടി എടുത്തതിൻ്റെ ഒരു എക്സ്പീരിയൻസ് അല്ല, നമ്മളായിട്ട് നമ്മൾ എത്ര നാളത്തെ ഒരു ബന്ധമുണ്ട്, എത്ര നാൾ നമ്മൾ വണ്ടി അന്വേഷിച്ചു, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വണ്ടി കിട്ടിയോ എന്നുള്ളതൊന്ന് പറഞ്ഞാൽ. ജോബി എന്നാണ് എൻ്റെ പേര്. ഞാൻ ഇടുക്കിയിലാണ് സ്വദേശം. ഞാൻ പറയുകയാണെങ്കിൽ ഒരു 1.5 കൊല്ലമായിട്ട് ഫോർച്യൂണർ വണ്ടി ഞാൻ ഇങ്ങനെ തേടി നടക്കുകയാണ്. എൻ്റെ എല്ലാ ഡിമാൻഡ്സിനും ഒത്തുള്ള ഒരു വാഹനം ഇപ്പോൾ പ്രജിത്ത് ചേട്ടൻ വഴി കോട്ടയം കാർസിലൂടെ എനിക്ക് ലഭിച്ചിരിക്കുകയാണ്. എനിക്ക് അതിയായ സന്തോഷമുണ്ട്. ഞാൻ ഒത്തിരി ഏജൻസിനെ ഡൽഹിയിലുള്ളതാണെങ്കിലും കേരളത്തിലുള്ളതാണെങ്കിലും മലയാളികളെ നോൺ മലയാളികളെ എല്ലാം സമീപിച്ചെങ്കിലും ഫൈനലി എനിക്ക് ഏറ്റവും ആപ്റ്റായിട്ടുള്ള ഒരു ആളെ തന്നെയാണ് കിട്ടിയേക്കുന്നത്. ഒരു 6 മാസത്തെ ബന്ധമാണ് പ്രജിത്തേട്ടനുമായിട്ട് എനിക്കുള്ളത്. ഈ കാലയളവിൽ അദ്ദേഹം 2 വണ്ടി മാത്രമാണ് കാണിച്ചേക്കുന്നത്. സാധാരണ ഒരാളെ കാണിക്കുമ്പോൾ അവർ എല്ലാ ദിവസവും വണ്ടിയിട്ട് നമ്മളെ വെറുപ്പിക്കും, അല്ലെ നമുക്കത് ഇഷ്ടപ്പെടത്തില്ല. അപ്പം ചേട്ടൻ എന്നോട് ആദ്യം പറഞ്ഞു, ഞാൻ കൊടുക്കുന്ന വണ്ടി എന്ന് പറയുന്നത് ഏറ്റവും നല്ലതായിരിക്കും, അത് നിങ്ങൾക്ക് വാങ്ങിച്ചു കഴിയുമ്പോൾ അല്ലെ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അതിപ്പം അക്ഷരാർത്ഥത്തിൽ എനിക്ക് മനസ്സിലായിരിക്കുകയാണ്. വണ്ടി വന്നു കഴിഞ്ഞപ്പം എല്ലാ തരത്തിലും വെൽ മെയിൻറ്റൈൻഡ് ആണ്. കണ്ടാൽ അതിൻ്റെ ഇതുണ്ട്. എൻ്റെ ഡിമാൻഡ് എന്ന് പറയുന്നത് 4x4 വേണമെന്നായിരുന്നു, 2015-16 വേണമെന്നായിരുന്നു, മോഡൽ വേണമെന്നായിരുന്നു, വൈറ്റ് കളർ വേണമെന്നായിരുന്നു. പക്ഷെ നമുക്ക് കളറിൽ ഇപ്പോൾ എനിക്ക് മനസ്സിലായി വൈറ്റിനേക്കാളും നല്ലത് ഗ്രേ ആണെന്ന് എനിക്ക് മനസ്സിലായി. അപ്പം എൻ്റെ സ്വപ്നം തന്നെ പൂവണിഞ്ഞിരിക്കുകയാണ്. അത് പൂവണിയിച്ചത് പ്രജിത്തേട്ടനാണ്. ഹൈലി റെക്കമെൻഡഡ് കോട്ടയം കാർസ് ആൻഡ് മിസ്റ്റർ പ്രജിത്ത്. ഏത് സമയം വേണമെങ്കിലും നമുക്ക് വിളിക്കാം, നമുക്ക് വേണ്ട എല്ലാ നിർദ്ദേശങ്ങളും കിട്ടും. കറക്റ്റായിട്ടുള്ള ഇത്രയും ജെനുവിനായിട്ടുള്ള ഒരു വ്യക്തിയെ ഞാൻ കണ്ടിട്ടുമില്ല. ഇപ്പോൾ ഒരു പൊക്കി പറയുന്നതോ ഒന്നുമല്ല. ചേട്ടനും അത് അറിയാം. നമുക്കിപ്പം ഇവിടെ വന്നു കഴിഞ്ഞുള്ളൊരു ഫ്രണ്ട്സിനെ പോലെയാണ്, ബാക്കിയുള്ള ഡീലേഴ്സിനെ പോലെ ഒന്നുമല്ല. ഒരു വണ്ടി ഇവിടുന്ന് ഓടിച്ചുകൊണ്ടാണ് പോകുന്നത്. അപ്പോൾ ഇവിടെ വന്നപ്പോൾ ഇന്നലെ ഞാൻ വന്നപ്പം തൊട്ടോ ഇവിടെ വേണ്ട എല്ലാ ഫുഡ്, അക്കോമഡേഷൻ, ഇവിടെ നമുക്ക് വേണ്ട ട്രാവലിംഗ് സർവീസ്, മറ്റ് എല്ലാ കാര്യങ്ങളും ചേട്ടൻ നമുക്ക് ഒരുക്കിയിരിക്കുകയാണ്. ചേട്ടൻ്റെ സേവനത്തെ നിങ്ങൾക്ക് 100% വിശ്വസിക്കാം. നിങ്ങൾക്ക് ഒരിക്കലും ഒരു ചതി ഉണ്ടാവില്ല, അങ്ങനെ ചതിക്കുന്ന ആളുമല്ല. അപ്പം നിങ്ങൾക്കൊരു വണ്ടി വേണമെങ്കിൽ എപ്പോഴും ഞാൻ പറയുന്നു, നിങ്ങൾ വേറെ എവിടെയെങ്കിലും അന്വേഷിക്കുന്നതിന് മുമ്പ് പ്രജിത്ത് ചേട്ടനെ സമീപിക്കാം. വേണ്ട എല്ലാ സഹായങ്ങളും നിങ്ങൾക്ക് ചെയ്തു തരും. ഞാൻ ഹൈലി സാറ്റിസ്ഫൈഡ് ആണ്. താങ്ക് യു. അപ്പം ഹാപ്പി ജേർണി. എപ്പോഴും ഈ ബന്ധം നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകണം. എല്ലാവരും അങ്ങനെയാണ്. നമ്മൾ ഇനി കണ്ടിന്യൂസ് അങ്ങനെ ഫ്രണ്ട്സ് ആയിരിക്കും. നമ്മൾ എത്ര നാളുണ്ടോ അത്രയും നാളും നമ്മൾ കൂട്ടുകാരായിരിക്കും. അപ്പൊ എല്ലാവരും ഹാപ്പി അല്ലേ? മോ ഹാപ്പി അല്ലേ? അടിപൊളി. ഓക്കെ, താങ്ക് യു. അപ്പോൾ നമ്മൾ നേരത്തെ രാവിലെ പറഞ്ഞ പോലെ തന്നെ ഇപ്പം നമ്മൾ 2ാമത്തെ വണ്ടിയുടെ ഡെലിവറി, 2ാമല്ല ഇത് 3ാമത്തെ വണ്ടിയുടെ ഡെലിവറിയാണ്. ശരിക്കും നമ്മൾ 2 വണ്ടികൾ എടുത്തു.
അതിൻ്റെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. ഇത് മൂന്നാമത്തെ വണ്ടി എടുത്തു. പിന്നെ ഇതെടുത്ത ആൾക്ക് കുറച്ച് റിക്വയർമെൻറ്റ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ അതും പ്രകാരം നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ വണ്ടിയിൽ അഡീഷണൽ ആയിട്ട് ചെയ്യാനായിട്ടൊക്കെ പോയി, അദ്ദേഹത്തിൻ്റെ കൂടെ പോയി. അദ്ദേഹത്തിന് വേണ്ട എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്തു. നമ്മളിപ്പോൾ വണ്ടി അദ്ദേഹം താമസിക്കുന്ന സ്ഥലത്തേക്ക് നമ്മൾ എത്തിച്ചിരിക്കുകയാണ്. ഇപ്പോൾ ഗുഡ്ഗാവിൽ നമ്മൾ നാളെ വണ്ടി ഇവർ ബൈ റോഡാണ് പോകുന്നത്. നമ്മൾ ആദ്യം എടുത്ത നമ്മുടെ ഫോർച്യൂണറും ഇതും ഒരുമിച്ചാണ് നാട്ടിലേക്ക് ഇവർ ബൈ റോഡ് പോകുന്നത്. അപ്പോൾ ഇപ്പോഴത്തെ സമയം പറയുവാണെങ്കിൽ ഏകദേശം രാത്രി 1 മണിയാകാറായി. ഇപ്പോഴാണ് ഞങ്ങൾ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞ് ഇവിടെ എത്തിയത്. അപ്പോൾ അതാണ് നമ്മളുടെ ഒരു വർക്കിന്റെ പ്രോസസ്സ്. നമ്മൾ A to Z, നിങ്ങൾ ഇവിടുന്ന് വണ്ടി എടുത്ത് നാട്ടിലെത്തി അത് രജിസ്റ്റർ ചെയ്യുന്നിടം വരെ എന്തെല്ലാം കാര്യങ്ങളുണ്ടോ അതെല്ലാം നമ്മൾ 100% സിൻസിയർ ആയിട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പം നമ്മളുടെ കയ്യിൽ നിന്ന് എടുത്ത ഈ വാഹനം 2019 മോഡല്, സിംഗിൾ ഓണർ, 98,000 കിലോമീറ്റർ വിത്ത് പ്രോപ്പർ കമ്പനി സർവീസ് റെക്കോർഡോടുകൂടി യാതൊരു വിധത്തിലുള്ള റീപ്ലേസ്മെന്റോ റീപെയിന്റോ ഇല്ലാത്ത ഒരു കിഡിലൻ 2.8 Z ഓട്ടോമാറ്റിക് വേരിയന്റിലുള്ള വാഹനമാണ് ഇത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പെട്ടെന്നുള്ള ഒരു പരിപാടിയായിരുന്നു ഈ വണ്ടിയുടെ ഒരു സെയിൽ എന്ന് പറയുന്നത്. അദ്ദേഹം തലേദിവസം രാത്രി എന്നെ വിളിച്ചു, ഇതുപോലെ ഗ്രൂപ്പിലിട്ട ഒരു വണ്ടിയുണ്ട്, അത് അവൈലബിൾ ആണോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു 1 മിനിറ്റ് ഞാനിപ്പോൾ വിളിച്ചു ചോദിച്ചിട്ട് പറയാം എന്ന് പറഞ്ഞു. ഞാൻ വിളിച്ചു ചോദിച്ചു, വണ്ടി അവൈലബിൾ ആണെന്ന് പറഞ്ഞു. അദ്ദേഹം വിലയുടെ കാര്യം സംസാരിക്കാൻ പറഞ്ഞു. സംസാരിച്ചു. എന്നോട് ചോദിച്ചു ഇപ്പം എന്താണ് ചെയ്യേണ്ട വണ്ടി പോകാതിരിക്കാനെന്ന് ചോദിച്ചു. ഞാൻ പറയും നമുക്കൊരു ടോക്കൺ അഡ്വാൻസ് കൊടുത്ത് ബ്ലോക്ക് ചെയ്യാം സാർ, എന്നത്തേനാണ് വരുന്നത് അല്ലെങ്കിൽ എപ്പോഴാണ് വണ്ടി എടുക്കാൻ ഉദ്ദേശിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു വേറെ താമസമൊന്നുമില്ല, ഞാൻ നാളെ തന്നെ എത്തുവാണ്, അപ്പം നമുക്ക് വണ്ടിക്ക് ഒരു ചെറിയ അഡ്വാൻസ് കൊടുത്തേക്കാന്ന് പറഞ്ഞു. അന്നേരം തന്നെ അഡ്വാൻസ് ഇട്ട് തന്നു. വെളുപ്പിനെ ഒരു 7:30 ആയപ്പോഴത്തേന് അദ്ദേഹം എയർപോർട്ടിൽ വന്നു. ഞാൻ രാവിലെ എയർപോർട്ടിൽ പോയി അദ്ദേഹത്തെ പിക്കപ്പ് ചെയ്തു. അവിടെ തൊട്ട് ഉള്ള കാര്യങ്ങൾ വണ്ടി പോയി എടുത്തു, വണ്ടിയുടെ ഡോക്യുമെന്റ്സ് എല്ലാം റെഡിയാക്കി, പിന്നെ ആക്സസറീസ് ചെയ്യാൻ പോയിട്ട് ഇപ്പം ഈ ഒരു സമയമായി. അതിൻ്റെ ഇടയിൽ ഞങ്ങൾ മറ്റേ 2 വണ്ടികളുടെ ഡെലിവറിക്ക് അദ്ദേഹം എന്നോട് വളരെയധികം കോപ്പറേറ്റ് ചെയ്ത് എൻ്റെ കൂടെ തന്നെ സഹകരിച്ച് ആ ടൈം ഒന്ന് മാനേജ് ചെയ്യാനായിട്ട് എൻ്റെ കൂടെ നിന്നു. അപ്പം വണ്ടി എടുത്തിട്ടുള്ള അദ്ദേഹത്തിൻ്റെ എക്സ്പീരിയൻസ് നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം. സാർ ഒരു നിമിഷം. അപ്പോൾ ഇത് അൻഷാദ് സാറാണ്, അദ്ദേഹം കൊല്ലം സ്വദേശിയാണ്. അപ്പോൾ വളരെ മുമ്പ് എന്നെ വേറൊരു വണ്ടിയുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് എന്നെ കോൺടാക്ട് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഗ്രൂപ്പിൽ ആക്റ്റീവായിട്ട് നമ്മുടെ ഡെയിലി നോട്ടിഫിക്കേഷൻസ് എല്ലാം ശ്രദ്ധിക്കുന്ന, നമ്മുടെ വീഡിയോസ് ഒക്കെ ഫോളോ ചെയ്യുന്ന ഒരു വളരെ സ്നേഹമുള്ള ഒരാളാണ്. അപ്പോൾ സാറ് ഞാനിപ്പോൾ ഇത്രയും നേരം പരിചയപ്പെട്ട് സാറെന്നൊക്കെ മാറി ഇക്കാന്നാണ് ഇപ്പോൾ വിളിക്കുന്നത്. അപ്പോൾ അത്രയും ഒരു സ്നേഹബന്ധമുണ്ട്. അപ്പോൾ നമ്മൾ വണ്ടി എക്സ്പെക്ട് ചെയ്ത ഒരു ക്വാളിറ്റിയിലേക്ക് എത്തിയോ, നമ്മൾ പറഞ്ഞ എല്ലാ ഡീറ്റെയിലും കറക്റ്റ് ആയിരുന്നോ, വണ്ടി എടുത്തിട്ടുണ്ടായ ഒരു എക്സ്പീരിയൻസ് ഒന്ന് ചെറിയ വാക്കുകളിൽ നമുക്ക് വേണ്ടി ഒന്ന് പറയാമോ? വണ്ടി അത് പിന്നെ എനിക്ക് വളരെയധികം ശരിക്കും ഞാൻ കോട്ടയം കാർസിൻ്റെ ഒരു ഡീലിങ്ങിലേക്ക് വേണ്ടിയല്ല ഞാൻ ശരിക്കും നിന്നത്. ഞാനൊരു 10-15 ദിവസം കൊണ്ട് എൻ്റെ മറ്റ് കുറച്ച് പേരെടുത്തൊരു വണ്ടിക്ക് വേണ്ടി ആവശ്യപ്പെട്ടു. അവർ നോക്കുന്നുണ്ട്, പക്ഷേ എനിക്കങ്ങോട്ടൊന്നും ശരിയായിട്ട് വന്നിട്ടില്ല. അവർ എനിക്ക് കറക്റ്റ് ഒരു പ്രോപ്പർ ഒരു വണ്ടി എനിക്ക് എടുത്ത് എൻ്റെ റേറ്റിന് എൻ്റെ ആഗ്രഹത്തിലുള്ള വണ്ടി എടുത്ത് തരാൻ പറ്റിയിട്ടില്ല. അപ്പോഴേക്കാണോ ഞാനൊരു പുതിയൊരു ഇത് കണ്ടു, ആഡ് കണ്ടു, റിവ്യൂ കണ്ടു. ഞാൻ വിളിച്ചു ചോദിച്ചു, പ്രീത്തെ ആ വണ്ടി പോയിട്ടുണ്ടോ, എങ്ങനെയാണ്, ഏതാണെന്ന് വെച്ചു. അപ്പം പറഞ്ഞ് എന്താ തിരിച്ച് വിളിക്കാമെന്ന് പറഞ്ഞ് എന്നെ വിളിച്ചു. അപ്പോൾ ഞാൻ വേറൊരു ആവശ്യമായിട്ട് പിറ്റേന്ന് വന്ന് അവരുടെ കെയർ ഓഫിന് വണ്ടി എനിക്ക് കിട്ടുമെന്നുള്ള ഉറപ്പുകൊണ്ട് ഞാൻ ടിക്കറ്റൊക്കെ എടുത്ത് നിൽക്കുകയായിരുന്നു പിറ്റേന്ന് വരാൻ വേണ്ടിയിട്ട്. പക്ഷേ എന്തോ അവരുടെ കയ്യിലെ വണ്ടി എനിക്ക് പറ്റിയൊരു വണ്ടി എടുത്തു തരാൻ അവരെ കൊണ്ട് പറ്റിയില്ല. അത്രയും ക്വാളിറ്റി ഒരു വണ്ടി, എനിക്ക് ക്വാളിറ്റിയാണ് മുഖ്യം. എനിക്ക് അങ്ങനെയുള്ളൊരു വണ്ടി അവർക്ക് എടുത്തു തരാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ അന്തം വിട്ട് നിൽക്കുക. കാര്യം ഫ്ലൈറ്റ് ടിക്കറ്റും എടുത്തു. അങ്ങനെയാണ് ഞാൻ വീണ്ടും പ്രജിത്ത് ഭായി വിളിക്കുന്നത്. പ്രജിത്ത് ഭായി പറഞ്ഞു ഇപ്പോൾ പറയാമെന്ന് പറഞ്ഞ് തിരിച്ച് വിളിച്ചു. വിലകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞില്ല. ഞാൻ ഈ രീതിക്ക് ഒക്കെ അവർ സമ്മതിച്ചു. പിറ്റേന്ന് നേരം വെളുത്ത വണ്ടി വന്നു. ഞാൻ അപ്പോഴേ അഡ്വാൻസ് കൊടുത്തു. വണ്ടി കണ്ടു. എനിക്ക് ഞാൻ പ്രതീക്ഷിച്ചതിനേക്കാളും വളരെ വളരെ ഭംഗിയായിട്ടുണ്ട്, വളരെ നന്നായിട്ടുണ്ട്. ഒരു അന്യരെ പോലെ അല്ല, ഒരു സഹോദരങ്ങളെ പോലെ കൂടെ നിന്ന് കൊണ്ട് നടന്ന് എല്ലാം ചെയ്യിച്ചു. ഇപ്പം മണി ഏകദേശം 1 മണിയായി. ഇതിൻ്റെ ഇടയിൽ അവർക്ക് ഇന്നൊരു 2 ഡെലിവറിയുടെ ഉണ്ടായിരുന്നു. അപ്പം നമുക്കൊരു അതിൻ്റെ ഇടയിൽ ഒരു ഇച്ചിരി ടൈം ഇത് വന്നെങ്കിലും അതെല്ലാം കഴിഞ്ഞ് ഞങ്ങളെ കൊണ്ടുപോയി മറ്റുള്ള കാര്യങ്ങളെല്ലാം ചെയ്ത് തന്നു. എല്ലാ കാര്യങ്ങളും A to Z വരെയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു തന്നു. ഞാൻ ഇപ്പോൾ രാവിലെ നാട്ടിലേക്ക് ഒറ്റയ്ക്ക് ഓട്ടിച്ച് പോകാനുള്ളൊരു ഇതിൽ നിൽക്കുകയാണ്. അതുകൊണ്ടാണ് ഇന്ന് രാത്രി തന്നെ ഇതെല്ലാം ചെയ്ത് പേപ്പറുമൊക്കെ റെഡിയാക്കി തന്നു, എല്ലാം റെഡിയാക്കി തന്നു. ഇപ്പം ആ വണ്ടി എനിക്ക് കൈമാറാനുള്ള ഇതിലാണ് നിൽക്കുന്നത്. എനിക്ക് വളരെ ഹാപ്പിയാണ്, സന്തോഷമാണ്. കാരണം മറ്റൊന്നല്ല, നമുക്ക് വിശ്വസിച്ച് എത്ര കോടി രൂപ വേണമെങ്കിലും അവരുടെ കയ്യിൽ ഏൽപ്പിച്ച് നമുക്ക് ഇന്നത് വേണോ ചെയ്ത് തരാൻ ഏൽപ്പിച്ചാൽ മതി. അവരങ്ങനെയുള്ള വണ്ടി എടുക്കൂ. അത്
അത് കഴിഞ്ഞ് എനിക്ക് 1-2 വണ്ടി വേണമായിരുന്നു. പക്ഷെ അത് നോക്കിയിട്ട് പുള്ളി തന്നെ പറഞ്ഞു അതിപ്പം തൽക്കാലം നമുക്ക് എടുക്കണ്ട, നമുക്ക് വേറെ നോക്കിയെടുക്കാം, വരുമ്പോൾ ഞാൻ അറിയിപ്പിക്കാന്ന് പറഞ്ഞ് എന്നെ അതിൽ നിന്ന് പിന്തിരിപ്പിച്ചു. വളരെ ഒരു സഹോദരങ്ങളെ പോലെ കൊണ്ടു നടന്ന് എല്ലാം ക്ലിയർ ആയിട്ട് ചെയ്തു, ഞങ്ങളെ എല്ലാം ചെയ്തു തന്നു. വളരെ ഹാപ്പിയാണ്, വളരെ ഹാപ്പി. നല്ലൊരു യാത്ര, നാട്ടിലേക്ക് അടിപൊളിയായിട്ട് പോവാം. വണ്ടി A to Z സർവീസ് ഉള്ള വണ്ടിയാണ്, ക്ലീൻ വണ്ടിയാണ്, ഡീസൽ അടിക്കുക ഓടുക. നമ്മളിപ്പോ ഫുൾ ടാങ്ക് എണ്ണയൊക്കെ അടിച്ച് ക്ലീൻ ആക്കിയിട്ടുണ്ട്. പിന്നെ മറ്റുള്ള എല്ലാം ആഡ് ചെയ്തിട്ടുണ്ട്. 90 ഡിഗ്രി ക്യാമറ, 360 ഡിഗ്രി ക്യാമറ, മറ്റ് ആക്സസറീസ് ഒക്കെ അദ്ദേഹത്തിന്റെ ഇഷ്ടത്തിനനുസരിച്ച് വേണ്ട എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്ത് ക്ലീൻ ആക്കിയിട്ടുണ്ട്. അപ്പോൾ ബാക്കി പേപ്പർ വർക്കുകളെല്ലാം ഓൺ പ്രോസസ്സിൽ NOCക്കുള്ള ഡോക്യുമെന്റ്സ് എല്ലാം നമ്മൾ സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്. അത് നമ്മൾ ഉടനെ തന്നെ അദ്ദേഹത്തിന് ഇഷ്യൂ ആകുന്ന മുറയ്ക്ക് അദ്ദേഹത്തിന്റെ അഡ്രസ്സിലേക്ക് കൊറിയർ ചെയ്ത് കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ മൂന്നാമത്തെ വണ്ടിയുടെ ആൾ ഇവിടെ എത്തിയിട്ടില്ലാത്തതുകൊണ്ട് മൂന്നാമത്തെ വണ്ടിയുടെ വീഡിയോ ഞാൻ ജസ്റ്റ് അതിൻ്റെ കൂടെ നിന്നിട്ട് ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഡൽഹിയിൽ നിന്നൊരു വാഹനം സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കോട്ടയം കാർസിന് താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വിളിക്കണം. അപ്പം നമ്മുടെ മൂന്നാമത്തെ വണ്ടി ഇന്ന് എൻ്റെ ലുക്കൊക്കെ കുറച്ച് കാഷ്വൽ ലുക്കായിരിക്കും. ഞാൻ വെളുപ്പിനെ 2 മണിക്കാണ് പോയി കിടന്നത്. നമ്മളത് കഴിഞ്ഞിട്ട് വെളുപ്പിനെ തന്നെ ഈ വണ്ടി വാട്ടർ സർവീസ് ചെയ്ത് അണ്ടർ ബോഡി വാഷ് ചെയ്ത് ഒന്ന് ചെറിയ പോളിഷിങ് പരിപാടിയൊക്കെ ഒന്ന് അദ്ദേഹത്തിൻ്റെ റിക്വയർമെൻറ്റ് പ്രകാരം നമ്മൾ ചെയ്ത് ഇനിയിപ്പോൾ ഇത് നമ്മൾ ട്രാൻസ്പോർട്ടിൽ കൊടുക്കാൻ പോകുന്ന വഴിയാണ്. പിന്നെ ഈ വണ്ടിയുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. നമ്മൾ ഇന്നലെ എടുത്ത മൂന്നാമത്തെ വണ്ടി. ഇത് 2019 മാനുഫാക്ചറിങ്, 19 രജിസ്ട്രേഷൻ, സിംഗിൾ ഓണർഷിപ്പിൽ 92,000 കിലോമീറ്റർ, പ്രോപ്പർ കമ്പനി സർവീസ് റെക്കോർഡോടുകൂടി യാതൊരു വിധത്തിലുള്ള റീപ്ലേസ്മെന്റോ റീപെയിന്റോ ഇല്ലാത്ത നല്ല ഹൈ ക്വാളിറ്റിയിലുള്ള ഒരു ഫോർഡ് എൻഡവർ 3.2 4x4 ഓട്ടോമാറ്റിക്, പുഷ് ബട്ടൺ സ്റ്റാർട്ട്, ഓട്ടോ പാർക്ക്, എല്ലാ ഫെസിലിറ്റീസും വരുന്ന നല്ല ക്ലീൻ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്ന ഒരു വാഹനമാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ മൂന്നാമത്തെ വാഹനം. അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇങ്ങനത്തെ ഹൈ ക്വാളിറ്റി വാഹനങ്ങൾ ഡൽഹിയിൽ നിന്ന് സ്വന്തമാക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളെ കോൺടാക്ട് ചെയ്യുക. അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ബന്ധുക്കൾക്കോ സുഹൃത്തുക്കൾക്കോ ആർക്കെങ്കിലും ഡൽഹിയിൽ നിന്നൊരു വാഹനം സ്വന്തമാക്കാനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കോട്ടയം കാർസുമായിട്ട് ബന്ധപ്പെടുക. ബൈ.